ഹായ് ഡിയേഴ്സ്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂരിൽ നിന്ന് പോകുമ്പോൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹൈലൈറ്റ് മാളിക്കായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് നെസ്റ്റോക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ലിയോനെ നമ്മൾ കയറ്റിയിരുത്തി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അതൊക്കെ ലിയോൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ലിയോൻ്റെ കളിയൊക്കെ കണ്ട് അവന് ഇഷ്ടമായിട്ട് ഒരു ഏട്ടൻ വന്ന് അവനോട് സംസാരിച്ചിട്ടോ. അങ്ങനെ അവർ നല്ല കൂട്ടായിരുന്നു. അപ്പോഴാണ് ഇത് പാനിപ്പൂരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തത്. ഒരു പാനിപ്പൂരി ലൈവായിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കുറച്ചേരം നോക്കിയിരുന്നു. അപ്പോൾ ലിയോ നോക്കുന്ന കണ്ടിട്ട് ആ ചേട്ടന് പാനിപ്പൂരിൻ്റെ ബോൾ എടുത്ത് ലേക്ക് കൊടുത്തുട്ടോ. അത് കിട്ടിയപ്പോൾ ലേക്ക് ഭയങ്കര സമാധാനം. അവൻ അത് കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുന്നതായിരുന്നു. അങ്ങനത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ വന്ന് ലിയോനോട് ബോൾ ചോദിക്കുകയാണ്. വലിയ കൊടുത്തവരൊന്നും പറ്റി. അതിൻ്റെ ഇടയിലാണ് ലിയോൻ്റെ അച്ഛൻ വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ, തുള്ളി ചാടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടോ. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹൈലൈറ്റിൽ വരുമ്പോൾ അങ്ങനെ നെസ്റ്റോയിലൊന്നും കയറാറില്ലായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ മുകളിലുള്ള ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കേട്ടോ കഴിക്കാറുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എത്രയോ റേറ്റ് കുറവാണ് മുകളിലത്തെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഇനി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. പിന്നെ ഇതേ മുകളിൽ വന്നപ്പോൾ ലിയോനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കയറിയിട്ടോ. അങ്ങനെ ഈ ബൈക്ക് കണ്ടപ്പോൾ ലിയോനെ അതുമ്പോൾ ഇരുത്തി കുറച്ചേരം അവൻ്റെ പാവനൊന്ന് അവനെ കളിപ്പിച്ചു. അവനന്നേരം ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. മുകളിലെ ഫുഡ് കോർട്ടിൽ എത്തിയപ്പോൾ പതിവ് തെറ്റിക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ഷവർമ കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. താഴത്തുനിന്ന് പലതും കഴിച്ചതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് എൻ്റെ ലിയോൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ലിയോ ആണെങ്കിൽ അതിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കി എന്തൊക്കെയോ കൂവി വിളിച്ച് പറയുന്നു. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ബൈ.